സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കുന്നത് അടക്കം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിലുള്ളത്. RB സനൂപുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സനൂപ്, പരിഷ്കരിച്ച പുതിയ മാറ്റങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണത്? അജി കുഞ്ഞുമോൻ, ഇനി എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് പുതിയ ഈ ഉത്തരവ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയ് 1 മുതൽ ഈ പരിഷ്കരിച്ച മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: ഒന്ന്, നമ്മളിപ്പോൾ ഈ ഇരുചക്ര വാഹനം അതിനുവേണ്ടി ലൈസൻസ് എടുക്കുന്നത് MIT പോലെയുള്ള ഈ കയ്യിൽ തന്നെ ഗിയറുള്ള വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് നടക്കത്തില്ല. കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിക്കുന്ന 95 cc മുകളിലുള്ള എഞ്ചിൻ പവറുള്ള ഇരുചക്ര വാഹനത്തിൽ വേണം ഇതിന്റെ ടെസ്റ്റ് നടത്താൻ. അതുപോലെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നടത്തുമ്പോൾ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകളിൽ പരിശീലനം നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇവയിലൊന്നും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ H എന്ന് പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൽ ഉള്ളതുപോലെയാണ് ഇനി മുതൽ ഉള്ള ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുക. അതായത് ആ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഇനി ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഗ്രൗണ്ട് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ പറയുന്ന, അതായത് ഈ ബമ്പ് ചാടിയും മറ്റുമൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന രീതിയെല്ലാം തന്നെ ഈ ഗ്രൗണ്ട് ടെസ്റ്റിൽ തന്നെ ഉണ്ട്. അതുപോലെ പ്രത്യേക പാർക്കിംഗ് നടത്താൻ വേണ്ട പാർക്കിംഗ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ട്. അത് ABCDEFGHIJ അങ്ങനെ ഓരോ പോയിന്റുകളാക്കി തിരിച്ചാണ് ഇനി മുതൽ ഈ കാറിൻ്റെയൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുമെന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു MVIയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നവരുടെ എണ്ണം 30 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 20 പേർ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ നൽകിയവരും 10 പേർ നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ലേണേഴ്സ് ടെസ്റ്റും ഇത്തരത്തിൽ സമാന്തരമായിട്ട് മാറ്റം വരുത്തണം, നിജപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കാറുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ, അത് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനമാണെങ്കിൽ അതിൽ ഡാഷ്ബോർഡിൽ ക്യാമറ വേണം. അതുപോലെ തന്നെ VLTD വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഉൾപ്പെടെയുള്ളവ ഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകർ കോഴ്സ് പാസ്സായിരിക്കണം എന്നുള്ള നിർദ്ദേശവും ഈ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിലുണ്ട്. മെയ് 1 മുതലാണ് ഈ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് രീതി പ്രാബല്യത്തിൽ വരിക. ഒപ്പം തന്നെ സനൂപ്, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ടെസ്റ്റ് നടത്തുന്ന പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ സജ്ജമാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ നിലവിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ പരിഷ്കരണത്തിനെതിരെ വന്നിരുന്നു. അപ്പം വലിയ രീതിയിലുള്ള ഒരു അധിക ചെലവും കൂടെ മോട്ടോർ വാഹന വകുപ്പിന് വരാനുള്ള സാധ്യതയില്ലേ ഈ പുതിയ പരിഷ്കരണം കാരണം? എന്തായാലും മെയ് 1 മുതൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രാബല്യത്തിൽ വരികയുള്ളൂ. നിലവിലിപ്പോൾ ഇതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതെങ്ങനെയുള്ള കാര്യം ഇനി മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇനി മെയ് 1 മുതൽ ഈ രീതിയിൽ തന്നെ വേണം ടെസ്റ്റുകൾ നടത്താൻ എന്നുള്ള സർക്കുലർ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ട മാറ്റങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡ്രൈവിംഗ് പരിശീലകരും ആ കോഴ്സുകൾ പാസ്സായിരിക്കണം. അവർക്ക് മാത്രമേ ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ പാടുള്ളൂ. എന്തായാലും ഇതിനുള്ള സമയപരിധി മെയ് 1 വരെയാണ്. മെയ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഉത്തരവിൽ. അജി കുഞ്ഞുമോൻ. യെസ്, സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറക്കി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങിയ നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന H ഇനി മുതൽ ഉണ്ടാവില്ല. ഇതിന് പകരം പരിഷ്കരിച്ച പുതിയ ക്രമീകരണങ്ങളായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് RB സനൂപ്, തിരുവനന്തപുരത്ത് നിന്നും.